തിരുവനന്തപുരത്ത് നിന്നും ന്യൂഡൽഹിയിലേക്ക് പുറപ്പെടേണ്ട വിമാനം മുന്നറിയിപ്പില്ലാതെ എയർ ഇന്ത്യ റദ്ദാക്കി. രാത്രി 7:15 പുറപ്പെടേണ്ടിയിരുന്ന വിമാനമാണ് ഇത്തരത്തിൽ മുന്നറിയിപ്പില്ലാതെ റദ്ദാക്കിയത്. ബോർഡിംഗ് ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കിയ ശേഷമായിരുന്നു വിമാനം റദ്ദാക്കിയെന്ന അപ്രതീക്ഷിത അറിയിപ്പുണ്ടായത്. പക്ഷേ വിമാനം വൈകുമെന്നായിരുന്നു അധികൃതർ ആദ്യം യാത്രക്കാരെ അറിയിച്ചിരുന്നത്. എന്നാൽ 9 മണിയോടെ സാങ്കേതിക കാരണങ്ങൾ മൂലം വിമാനം റദ്ദാക്കുമെന്നാണ് യാത്രക്കാരെ പിന്നീട് അറിയിച്ചത്. റദ്ദാക്കാനുള്ള കാരണം എയർ ഇന്ത്യ വ്യക്തമാക്കിയിട്ടില്ലെന്നും യാത്രക്കാർ പറയുന്നുണ്ട്. പകരം മറ്റൊരു സംവിധാനവും ഏർപ്പെടുത്തിയുമില്ല. ഇതിനു മുൻപും എയർ ഇന്ത്യ ഇത്തരത്തിലൊരു വിമാനം റദ്ദാക്കിയിരുന്നു. ആ വിമാനത്തിൽ ഉണ്ടായിരുന്നവരും ഇന്ന് റദ്ദാക്കിയ വിമാനത്തിൽ യാത്ര ചെയ്യാനായി ഉണ്ടായിരുന്നു. ഡൽഹിയിൽ നിന്നും മറ്റ് രാജ്യങ്ങളിലേക്ക് പോകേണ്ടവരും യാത്രക്കാരുടെ കൂട്ടത്തിലുണ്ട്. വിമാനത്താവളത്തിൽ യാത്രക്കാരുടെ ഭാഗത്തു നിന്നും വലിയ പ്രതിഷേധമാണ് ഇതിനോടകം ഉയർന്നത്. ഇത്തരം സാഹചര്യങ്ങൾ നിലനിൽക്കുമ്പോൾ പുറത്തുവരുന്ന മറ്റൊരു വാർത്ത ഇന്ത്യൻ വിമാനങ്ങൾക്ക് ചെലവ് വർദ്ധിക്കുമെന്നതും യാത്രാസമയം കൂടുമെന്നതുമാണ്. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ പാകിസ്ഥാൻ വ്യോമപാത വിലക്ക് ഏർപ്പെടുത്തിയതോടെ ഇന്ത്യൻ വിമാന കമ്പനികളുടെ ഇന്ധന ചെലവ് വർദ്ധിക്കും. വഴി തിരിച്ചുവിടുന്നതോടെ സമയദൈർഘ്യം കൂടുന്നതും എയർ ഇന്ത്യ, ഇൻഡിഗോ അടക്കമുള്ള കമ്പനികളുടെ ചെലവ് വർദ്ധിക്കാൻ ഇടവരുത്തും. എന്നാൽ അന്താരാഷ്ട്ര വിമാന കമ്പനികളെ വിലക്ക് പ്രതികൂലമായി ബാധിക്കില്ല. ഫ്ലൈറ്റ് റഡാർ 24 ട്രാക്കിംഗ് വെബ്സൈറ്റ് നൽകുന്ന വിവരമനുസരിച്ച് എയർ ഇന്ത്യയും ഇൻഡിഗോയും ന്യൂയോർക്ക്, അസർബൈജാൻ, ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങൾ വഴിതിരിച്ചു വിട്ടതോടെയാണ് വ്യോമാതിർത്തി വിലക്കിന്റെ ആഘാതം പുറത്തുവന്നത്. ലോകത്തിലെ ഏറ്റവും തിരക്കുള്ള ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളവും വ്യോമപാത വിലക്കിന്റെ രൂക്ഷത ഏറെ അനുഭവിക്കേണ്ടി വരിക. ഇവിടെ നിന്നുള്ള വിമാനങ്ങൾ പാക് പാത ഒഴിവാക്കി പടിഞ്ഞാറൻ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വഴി മാറുന്നത് ഇന്ധന ചെലവിൽ വർധനവ് സൃഷ്ടിക്കും. ഇതിലൂടെ യാത്രാസമയവും അധികരിക്കും. സിറിയം അസെന്റിൽ നിന്നുള്ള രേഖയനുസരിച്ച് ഇൻഡിഗോ, എയർ ഇന്ത്യ ബജറ്റ് വിമാന കമ്പനിയായ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ ഈ മാസം ന്യൂഡൽഹിയിൽ നിന്നും യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ്, വടക്കേ അമേരിക്ക എന്നിവിടങ്ങളിലേക്ക് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് 1200 വിമാനങ്ങളാണ്. ന്യൂഡൽഹിയിൽ നിന്നും മിഡിൽ ഈസ്റ്റിലേക്കുള്ള വിമാനങ്ങൾ ഇനി 1 മണിക്കൂറോളം അധികം പറക്കേണ്ട സാഹചര്യമാണ്. അധിക ദൂരം പറക്കേണ്ടതിന് അധിക ഇന്ധന കാർഗോയും ആവശ്യമായി വരുമെന്ന് പേര് വെളിപ്പെടുത്താൻ വിസമ്മതിച്ച വ്യോമയാന ഉദ്യോഗസ്ഥൻ പറഞ്ഞു. ചില സർവീസുകളെ വിലക്ക് ബാധിക്കുമെന്ന് ഇൻഡിഗോ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ വടക്കേ അമേരിക്ക, UK, യൂറോപ്പ്, മിഡിൽ ഈസ്റ്റ് എന്നിവിടങ്ങളിലേക്കും മറ്റ് രാജ്യങ്ങളിലേക്കും ബദൽ പാത കണ്ടെത്താൻ ശ്രമം നടത്തിയെന്നാണ് എയർ ഇന്ത്യ അറിയിക്കുന്നത്. വിലക്ക് എയർ ഇന്ത്യയുടെ ദീർഘദൂര, അതിദീർഘദൂര സർവീസുകളെയാവും ഏറ്റവും പ്രതികൂലമായി ബാധിക്കുകയെന്നും വ്യോമയാന കേന്ദ്രീകൃത വെബ്സൈറ്റായ ലൈവ് ഫ്രം അലൗഞ്ച് സ്ഥാപകൻ അജയ് അവ്താനി പറഞ്ഞു. റൂട്ട് മാറ്റവും അധിക ഇന്ധന ചെലവും കാരണം പ്രവർത്തന ചെലവിൽ 30% അധികരിക്കുമെന്നും അദ്ദേഹം ഇതിനോടകം പറഞ്ഞു. കഴിഞ്ഞ ദിവസം ന്യൂഡൽഹി ബാക്കു ഇൻഡിഗോ വിമാനം 5 മണിക്കൂർ 43 സെക്കൻഡ് അധിക സമയമെടുത്താണ് ലാൻഡ് ചെയ്തതെന്ന് പ്രശ്നത്തിന്റെ സങ്കീർണത വെളിപ്പെടുത്തുന്നുണ്ട്. 2019 പാകിസ്ഥാൻ വ്യോമപാത 5 മാസം അടച്ചിട്ടതിന്റെ ഫലമായി എയർ ഇന്ത്യ അടക്കമുള്ള കമ്പനികൾക്ക് $64 ദശലക്ഷം നഷ്ടമുണ്ടായിരുന്നു.